നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് പ്രതി സജി 8 വർഷം മുൻപ് കാണാതായ അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. പിതാവ് മാത്യുവിനെ കൊലപ്പെടുത്തി സജി കുഴിച്ചുമൂടിയെന്ന സംശയത്തിൽ പുരയിടം കുഴിച്ചിപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. രാഹുൽ, സ്വന്തം അമ്മയും സ്വന്തം സഹോദരനെയും കൊന്ന് കുഴിച്ചുമൂടി ഒളിവിൽ പോയി നിർവാഹമില്ലാതെ പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന അതിക്രൂരനായ ഒരു പ്രതിയാണ് ഇയാൾ. ഇയാളുടെ സഹോദരി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്, മാത്യു എന്ന എൻ്റെ അച്ഛൻ 8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ തിരോധാനം, അത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല, ഇയാൾ തന്നെ ഒന്ന് തള്ളിയതായിരിക്കാം എൻ്റെ പിതാവിനെ എന്ന് പറഞ്ഞതാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് രാഹുൽ? ഷിഹാസ് അന്ന് സഹോദരി നൽകിയ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീടിന് സമീപത്ത് മണ്ണ് മാറ്റി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരനെയും അമ്മയും കൊന്നു കുഴിച്ചു മൂടിയതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ JCBയുടെ സഹായത്തോടെ മണ്ണ് മാറ്റിക്കൊണ്ട് പരിശോധന നടത്തുന്നത്. ഈ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ തനിക്ക് ഈ പിതാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും പറയാനില്ല, അതിന് തനിക്ക് ബന്ധമില്ല എന്നതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ചില സൂചനകൾ പ്രതിയായിട്ടുള്ള സജിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന് സമീപം മണ്ണ് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ സംശയം 8 വർഷം മുമ്പ് കാണാതായിരിക്കുന്ന പിതാവ്, അതായത് പിതാവായിട്ടുള്ള മാത്യുവിനെയും ഈ വീടിന് സമീപം തന്നെ കൊന്നു കുഴിച്ചു മൂടി എന്നൊരു സംശയം തന്നെയാണുള്ളത്. അതിന് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പരിശോധന, ഈ ഒരു മണ്ണ് മാറ്റിയുള്ള JCBയുടെ പരിശോധന, പോലീസിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാം. എത്ര സമയമായി ഒരു പരിശോധന തുടങ്ങിയിട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? 10 മിനിറ്റ് ആവുകയാണ് ഈ പരിശോധന ആരംഭിച്ചിട്ട്. ഇതുവരെയും ഒരു സൂചന ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ സജിയുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ വീടിന് സമീപത്ത് ഇപ്പോൾ മണ്ണ് മാറ്റി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടം പോലീസിൻ്റെ നേതൃത്വത്തിലാണ് മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സൂചന ലഭിക്കും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 2018 ഈ പിതാവായിട്ടുള്ള മാത്യുവിനെ ഇവിടെ നിന്നും കാണാതാകുന്നത്. ബസ്സിൽ കയറി നെടുങ്കണ്ടത്തു നിന്നും പോയി എന്നതായിരുന്നു അന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പക്ഷേ ഈ സജി തന്നെയായിരുന്നു ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ചില ഇടപെടൽ നടത്തിയത്. അദ്ദേഹം നാട് വിട്ടു പോകാതാകാം, അതുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതില്ല എന്നതായിരുന്നു അന്ന് ഈ സജി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 പേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും ഈ പണ്ടത്തെ 8 വർഷം മുമ്പുള്ള പിതാവിൻ്റെ തിരോധാനത്തിലേക്ക് വീണ്ടും പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട്. ഒരു സൂചന ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം രാഹുൽ പറഞ്ഞതുപോലെ തന്നെ അന്ന് ഈ ഒരു അന്വേഷണം അധികം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള ഇടപെടൽ നടത്തിയത് സജി തന്നെയാണ്. അത് സജിയുടെ സഹോദരി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ സഹോദരിയുടെ ഒരു വാക്കുകൾ, അവരുടെ ഒരു മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ ഒരു കേസിന്റെ അന്വേഷണത്തിൽ. ഈ മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ സഹോദരി പോലീസിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു രാഹുൽ? അതായത് ആരും പ്രതീക്ഷിക്കാത്തൊരു കൃത്യമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അതായത് സ്വന്തം സഹോദരനെയും അമ്മയുമാണ് കൊന്ന് കുഴിച്ചു മൂടിയത്. കാരണം കൃത്യം നടത്തുന്നു, അതിനുശേഷം മൃതദേഹം വീടിനകത്ത് തന്നെ 2 ദിവസം സൂക്ഷിക്കുന്നു, പിന്നീട് 2 പേരെയും കുഴിച്ചു മൂടുന്ന സാഹചര്യമായി ഉണ്ടായത്. നാടിനെ നടുക്കി ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സഹോദരിയായിട്ടുള്ള സിനി അന്ന് മാധ്യമങ്ങളോട് തന്നെയാണ് ആദ്യം ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് തൻ്റെ പിതാവിനെ 8 വർഷം മുമ്പ് കാണാതായിരിക്കുന്നു. അപ്പോൾ ഈ മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്താമെങ്കിൽ എന്തുകൊണ്ട് ഈ സജിക്ക് തൻ്റെ പിതാവിനെയും കൊലപ്പെടുത്തിക്കൂടാ, അങ്ങനൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആണെങ്കിൽ ഒരാളെ കാണാതായിട്ട് എന്തെങ്കിലും ഒരു സൂചന അതിനിടയിൽ ലഭിക്കേണ്ടതാണ്. പോലീസ് അന്വേഷണത്തിലും കൃത്യമായും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അന്ന് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 കൊലപാതകം നടന്നതിന് പിന്നാലെയാണ് സഹോദരിക്കും അങ്ങനെ ഒരു സംശയം വീണ്ടും ഉണ്ടായത്. അന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഈ ആദ്യത്തെ മാതാവിൻ്റെയും സഹോദരൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തേടിയിരുന്നത്. ഈ കാര്യങ്ങൾ തേടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ കാര്യങ്ങൾ വീണ്ടും
ചോദിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോഴാണ് ആദ്യഘട്ടത്തിൽ മിണ്ടാതിരുന്ന പ്രതി ചില സൂചനകൾ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് തിരോധാനവുമായി ബന്ധപ്പെട്ട് നൽകിയെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീടിന് സമീപം ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് ആദ്യം നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ കണ്ടെത്താനാവുകയാണെങ്കിൽ വൻ വഴിത്തിരിവായിരിക്കും ഈ നെടുങ്കണ്ടത്തെ ഈ സംഭവത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രതിയായിട്ടുള്ള സജി ഒരു സൈക്കോ ആണെന്ന് കൂടി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരുമായി അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഈ പ്രതി സൂക്ഷിച്ചിരുന്നില്ല താനും. കൃത്യം നടത്തിയ ശേഷം ഈ കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി പലവിധ നുണകൾ ആളുകളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ പിതാവിൻ്റെ തിരോധാനത്തിലും പ്രതിയായ സജിക്ക് പങ്കുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും അതിലൊരു വ്യക്തത ഉടൻ തന്നെ വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ JCB മണ്ണ് മാറ്റുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു മാതാവിനെയും സഹോദരനെയും കഴിഞ്ഞ ദിവസം കൊന്നു കുഴിച്ചു മൂടുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. ആ പോലീസുകാരൊക്കെ നിൽക്കുന്ന ആ പരിസരത്ത് തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രതി നൽകിയ സൂചന വെച്ചുകൊണ്ട് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഒരു വ്യക്തത ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ചധികം മണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കുഴിച്ച് ആയിരുന്നില്ല മറ്റ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതും സമാനമായിട്ടുള്ള സാഹചര്യം വലിയ ആഴത്തിലുള്ള കുഴിച്ചായിരിക്കില്ല മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഒരു വ്യക്തത ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തേക്ക് രാഹുൽ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇനി മുന്നോട്ട് ഈ ഒരു അന്വേഷണത്തിൽ എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. പോലീസ് എന്തെങ്കിലും സൂചന കിട്ടാതെ ഇത്തരത്തിൽ പുരയിടം കുഴിച്ചുള്ള ഒരു പരിശോധന, ഒരു തെളിവെടുപ്പ് നടത്തില്ല.